ഓം ഗും ഗുരുഭ്യോ നമ. ഓം ഗും ഗുരുഭ്യോ നമ. ഓം ഗും ഗുരുഭ്യോ നമ. ഓം ഗം ഗണപതയേ നമ. ഓം ഗം ഗണപതയേ നമ. ഓം ഗം ഗണപതയേ നമ. ഓം ശ്രീ പരദേവതായേ നമ. ഓം ശ്രീ പരദേവതായേ നമ. ഓം ശ്രീ പരദേവതായേ നമ. അരുണാം കരുണാതരംഗിതാക്ഷീം ധൃതപാശാങ്കുശപുഷ്പബാണചാപാം അണിമാദിഭിരാവൃതാം മയൂഖൈരഹമിത്യേവ വിഭാവയേ ഭവാനി. ശ്രീ ലളിതാ സഹസ്രനാമത്തിലെ ദേവി ശ്രീ മഹാത്രിപുര സുന്ദരിയുടെ 1000 നാമങ്ങൾക്ക് ശ്രീവിദ്യ തന്ത്രപീഠത്തിലെ ഗുരു ശ്രീ യുഗാനന്ദനാഥ ശ്രീ ജിതേഷ് ജിയുടെ സാധനാനുസൃതമായ വ്യാഖ്യാനമാണ് ഈ വീഡിയോ പരമ്പരയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ അദ്ദേഹത്തിന്റെ ശിഷ്യ ഡോക്ടർ അക്ഷര. ശ്രീ ലളിതാ സഹസ്രനാമത്തിലെ 2ാമത്തെ നാമമായ ശ്രീ മഹാരാജ്ഞി എന്നതിന്റെ സാധനാനുസൃതമായ വ്യാഖ്യാനമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദേവി ശ്രീഭൂതധാത്രി പ്രവര ഗുണമയീ നിഷ്കളേ നിർഗുണേ മേ മായേ മാത ശരണ്യേ ഗിരിവരതനയേ ചിന്മയേ തത്വരൂപേ ദുർഗേ ചണ്ഡി പ്രമത്തേ ത്രിപുര വിജയിനി സ്മേരവക്ത്രേ വരേണ്യേ കാരുണ്യാധ്യേ പ്രശസ്തേ സുരദിതി ജനുദേ രാജ്ഞീ ത്വം വൈ പ്രസീത. ദേവി രഹസ്യത്തിൽ അടങ്ങിയിട്ടുള്ള ശ്രീ മഹാരാജ്ഞി സ്തോത്രത്തിലെ ശ്ലോകമാണിത്. ശ്രീവിദ്യാ സാധനയിൽ ശ്രീ മഹാരാജ്ഞി എന്ന നാമത്തിന്റെ അർത്ഥം. ഈ നാമത്തിന് 3 ഭാഗങ്ങളുണ്ട്. ശ്രീ, മഹാ, രാജ്ഞി. ശ്രീ, ശ്രീമിലുള്ള ശ്രീ എന്ന പദം അനുസ്വരത്തിലേക്ക് ലയിക്കുന്നതിന് മുൻപേയുള്ള ദേവിയുടെ അവസ്ഥയാണ്. ഈ അവസ്ഥയിൽ ദേവി പഞ്ചകൃത്യ പരായണയാണ്. സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോധാനം, അനുഗ്രഹം ഇവയാണ് അമ്മയുടെ 5 കൃത്യങ്ങൾ. ശ്രീമാത എന്ന ദേവിയുടെ ആദ്യ നാമത്തിൽ സൃഷ്ടി എന്ന ദേവിയുടെ പ്രവൃത്തി പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്നു. ദേവി സൃഷ്ടാവാണ്. എന്നാൽ അതിൽ നിന്നും മനസ്സിലാക്കാം, 2ാമത്തെ നാമമായ ശ്രീ മഹാരാജ്ഞിയിലുള്ള രാജ്ഞി എന്ന പദം ദേവിയുടെ സ്ഥിതി അഥവാ പരിപാലനം എന്ന കർമ്മത്തെ കുറിക്കുന്നു. ദേവി രാജ്ഞിയാണ്. ഈ രാജ്ഞി തന്റെ രാജ്യത്തെ പരിപാലിക്കുന്നു. എങ്ങനെയെന്നാൽ അവിടെ അടങ്ങിയിരിക്കുന്ന സകലതിനെയും, ഭൂമിയെയും, പക്ഷി മൃഗാദികളെയും, മനുഷ്യരെയും രാജ്യത്തെ സംബന്ധിച്ചുള്ള സകലതും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. ശ്രീമാത എന്ന ആദ്യത്തെ നാമം, 2ാമത്തെ നാമം ശ്രീ മഹാരാജ്ഞി എന്നും. ഇവിടെ സ്വാഭാവികമായും ഒരു ചോദ്യം നമ്മളിൽ ഉയരും. ശ്രീമാത എന്നതുപോലെ ശ്രീരാജ്ഞി എന്നും മതിയായിരുന്നല്ലോ, എന്തുകൊണ്ട് അങ്ങനെയായില്ല? മഹാ എന്ന പദം ചേർത്തുകൊണ്ട് മഹാരാജ്ഞി എന്ന ദേവിയെ സംബോധന ചെയ്തതിന്റെ പ്രാധാന്യം അഥവാ താല്പര്യം എന്താണ്? ശ്രീമാത എന്നുള്ള നാമത്തിൽ നിന്നും എല്ലാ അമ്മമാരുടെയും അമ്മയാണ് ദേവി എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ ശ്രീരാജ്ഞി എന്നുള്ള നാമത്താൽ രാജ്ഞികളുടെ രാജ്ഞിയാണ്, ചക്രവർത്തിനികളുടെ ചക്രവർത്തിനിയാണ് എന്നും മനസ്സിലാക്കാം. ശ്രീരാജ്ഞി എന്നുള്ള നാമത്തിൽ നിന്നു തന്നെ ലളിതാ സഹസ്രനാമത്തിലെ 306ാമത്തെ നാമമായ രാജ്ഞിയിൽ നിന്ന് ഇത് വ്യത്യസ്തമാണ്. എന്നിട്ടും മഹാ എന്ന വാക്കിന്റെ പ്രത്യേകത എന്താണ്? അത് എന്താണ് അർത്ഥമാക്കുന്നത്? അതിന്റെ പ്രാധാന്യം എന്തായിരിക്കും? ഇതറിയണമെങ്കിൽ ആദ്യം നമ്മൾ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തി അഥവാ ആവിർഭാവത്തെ കുറിച്ച് മനസ്സിലാക്കണം. അവ്യക്തമായതിൽ നിന്ന് ഈ വ്യക്തമായി കാണുന്നതെല്ലാം എപ്രകാരം പ്രകടമായി എന്ന് അറിയണം.
ഈ കാണായ പ്രപഞ്ചത്തിന്റെ പ്രഭവ കേന്ദ്രമാണ് ബിന്ദു. ബിന്ദുവിൽ നിന്നാണ് പ്രപഞ്ചം ഉരുത്തിരിയുന്നത്. സകലതും അവിടെ നിന്ന് ആവിർഭവിക്കുന്നു. ആ ബിന്ദുവിലേക്ക് തന്നെ സർവവും ലയിച്ചു ചേരുകയും ചെയ്യുന്നു. ബിന്ദുവിൽ നിന്ന് സാധ്യതത്വം, അതായത് ജഡതത്വം, ശിവതത്വം, ചലനാത്മക തത്വവും വ്യക്തിതത്വവുമായ ശക്തിയും ഉണ്ടാകുന്നു. ശക്തിതത്വം തന്റെ ആദ്യ ചലനം ആരംഭിക്കും. ഈ ആദ്യ ചലനം അഥവാ സ്പന്ദനത്തെ നാദബ്രഹ്മം എന്ന് വിളിക്കുന്നു. ഈ ആദ്യ ചലനത്തിൽ നിന്ന് ശബ്ദം അഥവാ ധ്വനി ഉണ്ടാകുന്നു. ഈ ധ്വനിയാണ് ശബ്ദബ്രഹ്മം അഥവാ ആദിമ ശബ്ദം. ശക്തി അഥവാ വ്യക്തതത്വം ഒരു ബിന്ദുവായി രൂപപ്പെടുന്നു. ഇതാണ് രക്തബിന്ദു. ഈ ബിന്ദുവിന് സകല പ്രപഞ്ചത്തെയും സൃഷ്ടിക്കാനുള്ള കഴിവുണ്ട്. ഈ ബിന്ദുവിന് ചുവന്ന നിറവും 1000 ഉദയസൂര്യന്മാരുടെ പ്രകാശവും കാന്തിയുമാണ് ഉള്ളത്. ഇങ്ങനെയുണ്ടായ ഈ ബിന്ദുവിനെ കാര്യബിന്ദു എന്ന് വിളിക്കുന്നു. ഏതു ബിന്ദുവാണോ വ്യക്തമായതിനൊക്കെ കാരണമായത് അതാണ് കാരണബിന്ദു അഥവാ പരാബിന്ദു. പരാബിന്ദു എന്ന് വിളിക്കുന്ന ഈ ബിന്ദുവിൽ ബിന്ദു രൂപത്തിൽ ശിവശക്തി സമ്മേളനവും സകല പ്രപഞ്ചവും വസിക്കുന്നു. ശിവതത്വത്തിൽ നിന്നും ശക്തി തത്വത്തിൽ നിന്നും ഉള്ള ഇപ്രകാരമുള്ള പ്രപഞ്ചത്തിന്റെ ആവിർഭാവത്തെ കാമകല എന്ന് വിളിക്കുന്നു. ഈ പ്രപഞ്ച ആവിർഭാവത്തിന് കാരണം അഥവാ വ്യക്തമായതിനൊക്കെ കാരണം അപ്രകടമല്ലാത്ത നിരാകാര രൂപത്തിലുണ്ടായ സമ്മർദ്ദം അല്ലെങ്കിൽ അസ്വസ്ഥതയാണ്. ഈ സമ്മർദ്ദം മൂലം സ്പന്ദനം അല്ലെങ്കിൽ ചലനം ഉണ്ടായി. ചലനത്തിന്റെ ഫലമായി ശബ്ദം ഉത്ഭവിച്ചു. ഈ ആദിമ ശബ്ദം അല്ലെങ്കിൽ ശബ്ദബ്രഹ്മമാണ് സകല വ്യക്തമാക്കപ്പെട്ട വസ്തുക്കളുടെയും ആധാരമായി നിലകൊള്ളുന്നത്. സൃഷ്ടിക്കുള്ള കാരണവും ഈ ശബ്ദബ്രഹ്മമാണ്. ആദ്യം പ്രകടമായ ശബ്ദരൂപം ആ ആണ്. ആ എന്നുള്ളത് പ്രകാശം അഥവാ ശിവൻ തന്നെയാണ്. സംസ്കൃത അക്ഷരമാലയിലെ ആദ്യാക്ഷരം ആയാണ്. എല്ലാ ശബ്ദങ്ങളുടെയും ഉത്ഭവം ആയിൽ നിന്നാണെന്നും അതിനാൽ ആ എന്നുള്ളത് സകല ശബ്ദങ്ങളുടെയും മൂലമാണെന്നും ആദിമത്വം ആണെന്നും മൈത്രി ഉപനിഷത്തും മാണ്ഡൂക്യ ഉപനിഷത്തും വിവരിക്കുന്നു. മാതൃകാക്ഷരങ്ങൾ കേവലം ക്രിയാഹീനങ്ങളായ അക്ഷരങ്ങളല്ല, മറിച്ച് നിലനിൽപ്പിന് ആവശ്യമായ സകല തത്വങ്ങളും അതിൽ നിന്നാണ് ഉൽപ്പന്നമാകുന്നത്. ശബ്ദങ്ങൾ രൂപത്തിന് കാരണമാകുന്നു. പരമോന്നത അവബോധമായ ശിവൻ ആ തന്റെ ശക്തിയോട് ഹ ചേരുമ്പോൾ അഥവാ രമിക്കുമ്പോൾ ഉണ്ടാകുന്ന പരമമായ ആനന്ദം അതാണ് ആ. അവരുടെ സംയോജനത്തിൽ നിന്ന് ഇച്ഛ ജ്ഞാന ക്രിയാശക്തികൾ ഉണ്ടാകുന്നു. ഇവയ്ക്ക് സ്ഥൂലവും സൂക്ഷ്മവുമായ രൂപങ്ങളുണ്ട്. ഈ എന്നുള്ളത് ഇച്ഛാശക്തിയുടെ സൂക്ഷ്മരൂപവും ഈ എന്നുള്ളത് സ്ഥൂല രൂപവുമാണ്. അതുപോലെ ഉ എന്നുള്ളത് ജ്ഞാനശക്തിയുടെ സൂക്ഷ്മവും ഊ എന്നുള്ളത് ജ്ഞാനശക്തിയുടെ സ്ഥൂല രൂപവുമാണ്. ഇപ്രകാരം ശബ്ദങ്ങളിലൂടെ പ്രപഞ്ചം പ്രകടമായി കൊണ്ടേയിരിക്കും. ഹ എന്നുള്ളത് അക്ഷരമാലയിലെ അവസാന അക്ഷരമാണ്. ഈ അക്ഷരം എല്ലാ അക്ഷരങ്ങളും ആവിർഭവിച്ചതിന് ശേഷമുള്ള അവസാന ബിന്ദുവിനെ പ്രതിനിധാനം ചെയ്യുന്നു. ഹ എന്നുള്ളത് വിമർശം അല്ലെങ്കിൽ ശക്തിയെ കുറിക്കുന്നു. അകാര ഹകാരങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് യോഗിനി ഹൃദയത്തിലുള്ള ഈ ശ്ലോകത്തിൽ ഇപ്രകാരം പറയുന്നു: അകാര സർവ വർണ്ണാഗ്രയ പ്രകാശ പരമശിവ ഹകാരോന്തയ കലാരൂപോ വിമർശാഖ്യ പ്രകീർത്തിത. അഹത്തിന് 3 ഭാഗങ്ങളുണ്ട്: അകാരം, ഹകാരം, മകാരം, പിന്നെ ബിന്ദു. ബിന്ദു അനുത്തരത്തെ പ്രതിനിധാനം ചെയ്യുന്നു. ഈ ബിന്ദുവിന് പ്രപഞ്ചാവിഷ്കാരത്തിൽ വളരെ പ്രാധാന്യമുണ്ട്. ശിവൻ ശക്തിയുമായി ചേരുമ്പോൾ, അതായത് ആ ഹായുമായി ചേരുമ്പോൾ ശിവശക്തി ഐക്യത്തിൽ നിന്ന് വ്യക്തമായ രൂപം അഥവാ നരൻ ആവിർഭവിക്കുന്നു. മാ എന്ന അക്ഷരം പുരുഷനെ കുറിക്കുന്നു. അഹം വികാസം അഥവാ വിപുലീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അഹം എന്നാൽ ശിവശക്തി സമ്മേളനമാണ്. അതിൽ നിന്ന് അനുഭവവേദ്യമായ ഈ പ്രപഞ്ചം ഉരുത്തിരിയുന്നു. അഹത്തിൽ ശിവന്റെ ഊർജമാണ് ശക്തി. ഈ ശക്തിയിലൂടെ ശിവൻ നരന്റെ ഭൗതിക ലോകമായി ഉയർന്നു വരുന്നു.
മഹ എന്ന പദത്തിൽ 3 ഭാഗങ്ങളുണ്ട്. മകാരം, ഹകാരം, അകാരം. മ, ഹ, അ. മഹ എന്നതിൽ നരന്റെ ഊർജമാണ് ശക്തി. ഈ ശക്തിയിലൂടെ നരൻ വീണ്ടും ശിവനുമായി സംയോജിക്കുന്നു. അതിനാൽ സമഷ്ടി പ്രാധാന്യമുള്ള പദമാണ് മഹ. അതിനാലാണ് ഈ വാക്ക് മന്ത്രത്തോട് ചേർത്തതിൻ്റെ താല്പര്യം. മോക്ഷം പ്രദാനം ചെയ്ത് ശിവനിൽ വീണ്ടും നരനെ ലയിപ്പിക്കാനുള്ള അതിൻ്റെ കഴിവ് അല്ലെങ്കിൽ പങ്ക് ഇവിടെ വ്യക്തമാകുന്നു. അതുകൊണ്ടാണ് രാജ്ഞി മന്ത്രം, മഹാരാജ്ഞി മന്ത്രം, വാരാഹി മന്ത്രം, മഹാവാരാഹി മന്ത്രം, ശാസ്താമന്ത്രം, മഹാശാസ്താമന്ത്രം അങ്ങനെ അനേകം മന്ത്രങ്ങൾ നിലവിലുള്ളത്. ചില ബീജാക്ഷരങ്ങളും വിവിധ അക്ഷരങ്ങളും ചേർക്കുക വഴി മന്ത്രങ്ങൾ മോക്ഷ സാധനയ്ക്ക് അഥവാ ശിവനിൽ ലയിക്കുന്നതിന് വേണ്ടി സഹായിക്കുന്ന തരത്തിൽ ഉയരും. ബിന്ദുവിൽ നിന്ന് ആവിർഭവിച്ച് അതിലേക്ക് തന്നെ ലയനം ചെയ്യുന്നതിനിടയിലുള്ള ഏതൊരവസ്ഥയിലും പരിപാലനം അഥവാ സ്ഥിതി ഒരു മുഖ്യ ഘടകമാണ്. അവ്യക്തമായത് വ്യക്തമാവുകയും വ്യക്തമായത് വീണ്ടും ലയിച്ച് അവ്യക്തമാവുകയും ചെയ്യുന്ന ഈ പ്രക്രിയയിൽ നിരവധി അവസ്ഥാന്തരങ്ങൾ ഉണ്ട്. ആ ഓരോ അവസ്ഥകളിലും സംരക്ഷണം അഥവാ പരിപാലനം അത്യാവശ്യമാണ്. സ്ഥിതി അവസ്ഥ എന്നാൽ സൃഷ്ടി വികാസത്തിൻ്റെയും സംഹാര ലയനത്തിൻ്റെയും ഇടയിലുള്ള സ്ഥിരതയുള്ള അവസ്ഥയാണ്. ചുരുങ്ങിയ ഉടനെ തന്നെ സംഭവിക്കുന്ന പ്രക്രിയയല്ല വികാസം എന്നുള്ളത്. ഇതിന് ഉത്തമ ഉദാഹരണം നമ്മളുടെ ശരീരമാണ്. എത്ര തവണ നമ്മളുടെ ശരീരത്തിൽ അനുനിമിഷം രേഖീയമല്ലാത്ത രീതിയിൽ സൃഷ്ടിസ്ഥിതി സംഹാര ക്രിയകൾ നടക്കുന്നു. വേറൊരു ഉദാഹരണം ചന്ദ്രന്റെ 15 കലകളാണ് അഥവാ വൃദ്ധിക്ഷയങ്ങൾ. വിവിധ തരത്തിലുള്ള കൃതനിശ്ചയമായ സ്ഥിതി അവസ്ഥയാണത്. അതായത് അമാവാസിയിൽ അവ്യക്തനായ ചന്ദ്രൻ പതുക്കെ വികസിച്ച് പൂർണ്ണചന്ദ്രനാകുന്നു. പിന്നീട് പൂർണ്ണചന്ദ്രൻ ക്ഷയിച്ച് അമാവാസി നാൾ ലയിച്ച് അവ്യക്തമാകുന്നു. ഈ ഓരോ അവസ്ഥകളിലും സ്ഥിതി ആവശ്യമാണ്. എന്തുകൊണ്ടാണ് ഒരേ ചന്ദ്രൻ വൃദ്ധിക്ഷയങ്ങളിലൂടെ പോകുമ്പോൾ നമുക്ക് പലതായി തോന്നുന്നത്? അതുപോലെ ഈ പ്രപഞ്ചം അഥവാ സൃഷ്ടമായതൊക്കെയും ദേവിയും ഒന്ന് തന്നെയാണ്. എന്നിട്ടും നമ്മൾ പലതായി കാണുന്നു. ഇതിന് കാരണം ദേവിയുടെ മായാശക്തിയാണ്. പരിപാലനത്തിനു വേണ്ടി ഈ മായയെയും നിയന്ത്രിക്കുന്നവളാണ് മഹാരാജ്ഞി. അതിനാൽ മഹാരാജ്ഞി മഹാമായയാണ്. മഹാമായയായിക്കൊണ്ട് സ്ഥിതി സംരക്ഷണാർത്ഥം ഈ മായയെയും നിയന്ത്രിക്കുന്നു. മായയുടെ ഭരണത്തെക്കുറിച്ച് ദേവി ഭാഗവതത്തിലും കുബ്ജിക മാതയിലും പ്രസ്താവിച്ചിട്ടുണ്ട്. മഹാരാജ്ഞി മായാരാജ്ഞിയും കൂടിയാണ്. ധർമ്മഗ്രന്ഥങ്ങളിൽ മഹാരാജ്ഞി, ശ്രീ മഹാരാജ്ഞി എന്നുള്ള നാമങ്ങൾ മാറ്റി മാറ്റി ഉപയോഗിച്ച് കാണാറുണ്ട്. ശ്രീ എന്നുള്ള പദം സ്ഥിതി എന്നുള്ളത് അമ്മയുടെ 5 കൃത്യങ്ങളിൽ കേവലം 1 മാത്രമാണ് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ശ്രീ എന്നുള്ള അമ്മയുടെ 5 പ്രവൃത്തികളെയാണ് കുറിക്കുന്നത് എന്ന് നമ്മൾ മുൻപേ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഈ പശ്ചാത്തലത്തിൽ മഹാരാജ്ഞി എന്നാൽ ആവിർഭാവത്തിലും ലയനത്തിലുമുള്ള വിവിധ അവസ്ഥകളെ പരിപാലിക്കുന്ന പരമമായ ദേവത എന്നാണ്. രാജ്ഞി വെഷ്ടിയുടെ രാജ്ഞിയാണ്. രാജരാജേശ്വരി സമഷ്ടിയുടെ രാജ്ഞിയാണ്. എന്നാൽ ശ്രീ മഹാരാജ്ഞി വെഷ്ടിയിലും സമഷ്ടിയിലുമുള്ള സ്ഥിതിയും വെഷ്ടിയും സമഷ്ടിയും തമ്മിലുള്ള ബന്ധത്തെയും ഉൾക്കൊള്ളുന്നു. മഹാരാജ്ഞി മന്ത്രത്തിൽ 15 അക്ഷരങ്ങളുണ്ട്. അതിനാൽ മഹാരാജ്ഞി മന്ത്രത്തെ പഞ്ചദശി വിദ്യ എന്നും പഞ്ചദശാക്ഷരി വിദ്യ എന്നും വിളിക്കുന്നു. പ്രശസ്തമായ ദേവി ത്രിപുരസുന്ദരിയുടെ ശ്രീവിദ്യ പഞ്ചദശി മന്ത്രവും ശ്രീ മഹാരാജ്ഞിയുടെ പഞ്ചദശി മന്ത്രവും ഒന്നല്ല, രണ്ടും വ്യത്യസ്തങ്ങളാണ്. ശ്രീ മഹാരാജ്ഞി മന്ത്രത്തെ പഞ്ചദശാക്ഷരി എന്ന വിളിച്ചതിനു ശേഷം ഉദ്ധരഘോഷം, അഗ്നികാര്യ പദ്ധതി, രുദ്രയമളം തുടങ്ങിയ ഗ്രന്ഥങ്ങൾ മഹാരാജ്ഞിയുടെ പഞ്ചദശി വിദ്യ ലളിത പഞ്ചദശിയിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് വ്യക്തമാക്കുന്നു. ക്രിയാസാധനയിലും മന്ത്രത്തിലും രാജ്ഞിയും ശ്രീ മഹാരാജ്ഞിയും തമ്മിൽ വ്യത്യാസമുണ്ട്. സ്ഥിതിയുടെ രാജ്ഞി എന്നുള്ള സന്ദർഭം അവലംബമാക്കിയാൽ വെഷ്ടിയുടെ രാജ്ഞിയായും സമഷ്ടിയുടെ രാജ്ഞിയായും വെഷ്ടിയുടെയും
സമഷ്ടിയുടെയും രാജ്ഞിയായുമെല്ലാം ഈ പദങ്ങൾ മാറി മാറി ഉപയോഗിച്ച് കാണാറുണ്ട്. നമുക്ക് 15ന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ചിന്തിക്കാം. ആ തൊട്ട് അം വരെയുള്ള 15 സ്വരാക്ഷരങ്ങളെ ആന്തരികമായി മാത്രം ഗ്രഹിക്കുമ്പോൾ അഥവാ ധരിച്ചാൽ അവയെ കല എന്ന് പറയുന്നു. സ്വരങ്ങളുടെ ഊർജമാണ് കല. എന്നാൽ അവയുടെ ബാഹ്യ ശബ്ദത്തെ സ്വരം എന്ന് വിളിക്കുന്നു. ഈ 15 സ്വരാക്ഷരങ്ങളിൽ നിന്നാണ് എല്ലാ വ്യഞ്ജനാക്ഷരങ്ങളുടെയും ഉൽപ്പത്തി. സ്വരാക്ഷരങ്ങൾ ചന്ദ്രന്റെ 15 കലകളെ പ്രതിനിധീകരിക്കുന്നു. തന്ത്രരാജതന്ത്ര പ്രകാരം തിഥിനിത്യകളാണ് സംസ്കൃത അക്ഷരമാലയിലെ സ്വരാക്ഷരങ്ങൾ. 16ാമത്തെ കലയായ വിസർഗ കലയാണ്. 16ാമത്തെ ഈ കല പൂർണ്ണചന്ദ്രനെ പോലെ പൂർണ്ണത നേടിയതാണ്. അതിനാൽ 16ാമത്തെ ഈ കലയെ അമൃതകല എന്ന് അറിയപ്പെടുന്നു. എല്ലാ വിസർഗങ്ങളുടെ വികാസവും ചുരുങ്ങലും ഇതിൽ നിന്നാണ് സംഭവിക്കുന്നത്. ദേവി ത്രിപുരസുന്ദരിയുടെ പഞ്ചദശി മന്ത്രവും ശ്രീ മഹാരാജ്ഞിയുടെ പഞ്ചദശി മന്ത്രവും വ്യത്യസ്തമാണെങ്കിലും എല്ലാ ചരാചരങ്ങളെയും അഥവാ പ്രത്യക്ഷമായ സകലതിനെയും പ്രതിനിധീകരിക്കുന്നു. 15 മഹാരാജ്ഞി മന്ത്രവും. ഇതിലേക്ക് ഒന്ന് നമുക്ക് ശ്രദ്ധ പതിപ്പിക്കാം. ബിന്ദുവിൽ നിന്ന് വ്യക്തമായതിനു ശേഷം വീണ്ടും അതിലേക്ക് തന്നെ ലയിച്ച് അവ്യക്തമാകുന്നത് വരെയുള്ള എല്ലാ സംക്രമണാവസ്ഥകളിലും പരിപാലനം അഥവാ സ്ഥിതി അനിവാര്യമാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സൃഷ്ടിയിലും സംഹാരത്തിലും ബിന്ദുവിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. എന്നാൽ ഉത്ഭവത്തിന്റെയും സംഹാരത്തിന്റെയും ഇടയിലുള്ള അവസ്ഥകളിലാണ് പരിപാലനം അഥവാ സ്ഥിതിയുടെ പ്രസക്തി. 15 കലകളും അമൃതകലയിൽ നിന്നും പുറപ്പെട്ട സംക്രമണാവസ്ഥകളെ പ്രതിനിധാനം ചെയ്യുന്നു. സ്ഥിതി എന്നാൽ പൂർണ്ണകലയിൽ നിന്നുള്ള ഉത്ഭവത്തിൻ്റെയും തിരിച്ച് അതിലേക്കു തന്നെ ലയിക്കുകയും ചെയ്യുന്നതിനിടയിലുള്ള അവസ്ഥയാണ്. ഇത് 15 കലകളെയും ഉൾക്കൊള്ളുന്നു. അതിനാലാണ് ഗ്രന്ഥങ്ങൾ ശ്രീ മഹാരാജ്ഞി വിദ്യയെ പഞ്ചദശാക്ഷരി വിദ്യ എന്ന ഊന്നൽ നൽകി പറയുന്നതിൻ്റെ കാരണം. ശ്രീ മഹാരാജ്ഞിയിലുള്ള ഭക്തി സാധനം. ഭവാനിത്വം ദാസേ മയി വിതരദൃഷ്ടിയും സകരുണ. അല്ലയോ ഭവാനി, ഞാൻ അവിടുത്തെ ദാസനാണ്. അമ്മയുടെ കൃപയ്ക്ക് പാത്രീഭവിക്കുവാൻ സമർപ്പിതനായവനാണ്. അവിടുത്തെ കരുണാകടാക്ഷം ദയവായി എന്നിൽ അർപ്പിച്ചാലും. ശ്രീ മഹാരാജ്ഞി എന്നുള്ള നാമത്താൽ അമ്മ സകലതിൻ്റെയും രാജ്ഞിയാണ്, നിങ്ങളുടെയും രാജ്ഞിയാണ് എന്ന് മനസ്സിലാക്കാം. എപ്രകാരമാണോ ഒരു ദാസൻ അഥവാ ദാസി തൻ്റെ രാജ്ഞിയെ സമീപിക്കുന്നത്, അപ്രകാരമായിരിക്കണം ഒരു ശ്രീവിദ്യാ സാധകൻ ദേവി ലളിതാംബികയെ സമീപിക്കേണ്ടത്. എല്ലാ പ്രജകളും തങ്ങളുടെ രാജ്ഞിയെ ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ സേവിക്കേണ്ടതാണ്. രാജ്ഞി തന്നാൽ സൃഷ്ടമായ പ്രപഞ്ചത്തിൽ അഥവാ രാജ്യത്തിൽ തൻ്റെ പ്രജകളെല്ലാം തന്നിൽ നിക്ഷിപ്തമായ കർമ്മങ്ങൾ പ്രപഞ്ച നന്മയ്ക്കായി ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്നു. അതുവഴി തൻ്റെ സാമ്രാജ്യത്തിൽ തൻ്റെ പ്രജകൾക്കെല്ലാം സംരക്ഷണവും പരിപാലനവും ഉറപ്പാക്കുന്നു. അതുവഴി സമാധാനവും സന്തോഷവും ഐക്യവും രാജ്യത്തിലുണ്ടാകുന്നു. അങ്ങനെയുള്ള ആ രാജ്ഞിയോട് പ്രജകൾ വിശ്വസ്തരും സമർപ്പിതരും കൂറുള്ളവരുമാണ്. അതിനാൽ ഒരു സാധകൻ ദേവിയിൽ പരിപൂർണമായ വിശ്വാസം അർപ്പിച്ച് തൻ്റെ ദൈനംദിന ജീവിതത്തിലെ സകല പ്രവർത്തികളും ദേവിക്കുള്ള സേവനമായി കരുതി ചെയ്യണം. തൻ്റെ പ്രജകളുടെ ആവശ്യങ്ങൾ ശ്രദ്ധിക്കുന്നവളും നടത്തിക്കൊടുക്കുന്നവളുമാണ് ദേവി. ആ ദേവിയോട് പ്രേമവും വിശ്വാസവും ഉള്ളതുപോലെ തന്നെ പ്രജകൾക്ക് ഭയവും ഉണ്ട്. ആ രാജ്ഞി ആവശ്യങ്ങൾ നിറവേറ്റുന്നവൾ മാത്രമല്ല, ശിക്ഷിക്കുന്നവളുമാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ സാർവത്രികമായ ഐക്യത്തെ അഥവാ സന്തുലനത്തെ തടസ്സപ്പെടുത്തിയാൽ അമ്മ ശിക്ഷിക്കുക തന്നെ ചെയ്യും. അതിനാൽ ചെയ്യുന്ന എല്ലാ പ്രവർത്തികൾക്കും കണക്കുണ്ട്. എല്ലാ ജീവികളും ഈ ജന്മത്തിൽ അല്ലെങ്കിൽ വരും ജന്മങ്ങളിൽ തൻ്റെ കർമ്മഫലങ്ങൾ തീർച്ചയായും അനുഭവിച്ചിരിക്കും. ശ്രീ മഹാരാജ്ഞിയായിരിക്കുന്ന ദേവി നിയമങ്ങൾ നിർമ്മിക്കുകയും അത് നടപ്പാക്കുകയും ചെയ്യുന്നു. എല്ലാ സൃഷ്ടികൾക്കും ഈ കർമ്മനീതി ബാധകമാണ്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ അഥവാ പ്രശ്നങ്ങളിൽ ഈ രാജ്ഞി തങ്ങളെ സംരക്ഷിക്കുമെന്ന പ്രജകൾക്ക് ഉറപ്പാണ്. ലോകമംഗളാർത്ഥം പ്രവർത്തിക്കുന്ന ജനങ്ങളെ അമ്മ സംരക്ഷിക്കുന്നു. അവർക്ക് അഭയം പ്രദാനം ചെയ്യുന്നു.
സൽവൃത്ത മാനസരായവരെയാണ് അമ്മ സംരക്ഷിക്കുന്നത്. കാരണം അവരുടെ ഉദ്ദേശങ്ങളെല്ലാം തന്നെ ലോകമംഗളാർത്ഥമാണ്. എപ്പോഴെല്ലാം ഒരു സാധകൻ പ്രതിസന്ധികളിൽ അകപ്പെടുന്നുവോ അപ്പോൾ ശ്രീ മഹാരാജ്ഞിയിൽ ശരണാഗതി അടയണം, സംരക്ഷണം തേടുകയും വേണം. ദേവി തീർച്ചയായും സംരക്ഷിക്കും. രാജ്ഞി ഒരു വ്യക്തിയുടെ ക്ഷേമത്തെക്കാൾ തൻ്റെ രാജ്യത്തിൻ്റെ ക്ഷേമത്തിനാണ് മുൻഗണന നൽകുന്നത്. അമ്മയുടെ ഉത്തരവാദിത്വങ്ങളിൽ വ്യക്തിഗതവും കൂട്ടായതുമായ ആവശ്യങ്ങൾ ഉൾക്കൊള്ളുന്നു. അതിൽ ദേവി കണ്ണു പതിപ്പിക്കുകയും ചെയ്യുന്നു. സാധകൻ തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ ഘട്ടങ്ങളെയും ഇപ്രകാരം സമീപിക്കണം. അതായത് ഒരു വലിയ പദ്ധതി അല്ലെങ്കിൽ ചിത്രമുണ്ട്, അത് സാധകന് അജ്ഞാതമാണ്. ദേവി ലളിതാംബിക മഹാരാജ്ഞിയായി ഇരുന്നു കൊണ്ട് ഓരോ സന്ദർഭങ്ങളെ ആസൂത്രണം ചെയ്യുകയും അത് നടപ്പാക്കുകയും ചെയ്യുന്നു. ഇത് ഓരോ സാധകനും മനസ്സിലാക്കേണ്ടതാണ്. രാജ്ഞി നേരിട്ട് എല്ലാ പ്രവൃത്തികളിലും ഇടപെടാറില്ല. എങ്കിലും അവളുടെ കൃപ ദേവിയുടെ പ്രതിനിധികളിലൂടെയാകും നമ്മളിൽ എത്തുന്നത്. മറ്റു ദേവതകളെല്ലാം ശ്രീ മഹാരാജ്ഞിയുടെ പ്രതിനിധികളാണ്. അതിനാൽ ശ്രീവിദ്യാ സാധകനെ സംബന്ധിച്ചിടത്തോളം ഇതിനർത്ഥം അവന് വേണ്ട സംരക്ഷണം, അഭിവൃദ്ധി എന്നിവയെല്ലാം മറ്റു ദേവതകളിൽ നിന്നും ലഭിക്കുന്നതാണ് എന്നാണ്. ശ്രീ മഹാരാജ്ഞി തൻ്റെ സൃഷ്ടികളിലൂടെ പ്രവർത്തിക്കുന്നതാണ്. അതിനാൽ ദേവിയെ സർവചരാചരങ്ങളിലും ദർശിക്കുക എന്നത് ഒരു സാധകനു വേണ്ട അത്യാവശ്യ ഗുണമാണ്. വിശേഷിച്ച് സ്ത്രീകളോടുള്ള ബഹുമാനവും മറ്റു ശ്രീവിദ്യാ സാധകരോടുള്ള ബഹുമാനവും ഇവയെക്കുറിച്ച് നിരവധി ശ്രീവിദ്യാ ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ മഹാരാജ്ഞിയിലെ മഹാ എന്ന പദത്താൽ ഒരു കാര്യം വ്യക്തമാണ്. ഭൗതികമായ മുക്തി മാത്രമല്ല ദേവി പ്രദാനം ചെയ്യുന്നത്, ആത്മീയ പൂർത്തീകരണമായ മുക്തിയും പ്രദാനം ചെയ്യുന്നു. ദേവി മുക്തി ഭുക്തി പ്രദായിനിയാണ്. ഒരു ശ്രീവിദ്യാ സാധകൻ ഭൗതിക നേട്ടങ്ങൾക്കും മറ്റുള്ളവർക്ക് ദോഷം വരുത്തുന്നതിനുമുള്ള ഉപകരണമായി ശ്രീവിദ്യയെ ഉപയോഗിക്കാൻ ഒരിക്കലും ധൈര്യപ്പെടില്ല. ശ്രീവിദ്യ പരമപ്രധാനമായി മോക്ഷവിദ്യയാണ്. എന്നിരുന്നാലും ഭൗതിക ഉന്നതിയും സാധകന് വന്നു ചേരും. സാധകൻ രാജ്ഞിയോട് ചേർന്നു നിൽക്കുന്നത് കൊണ്ട് അഥവാ ദേവിയോടുള്ള അടുപ്പം കൊണ്ട് ഭൗതിക ഉന്നതി വന്നു ചേരുന്നതാണ്. ഒരു സാധകന്റെ സകല പ്രവൃത്തികളും ലക്ഷ്യം രാജ്ഞിയുടെ പ്രീതിയാണ്. ദേവി ലളിതാംബിക മഹാരാജ്ഞിയാണ്, രാജരാജേശ്വരിയാണ്, സ്ഥിതിയുടെ രാജ്ഞിയാണ്. അങ്ങനെയുള്ള രാജ്ഞിയോട് ബഹുമാനമില്ലാത്ത പ്രവൃത്തികൾ ചെയ്താൽ അതിന്റെ ഭവിഷ്യത്തും ഭയാനകമാകും. സാധകൻ മാത്രമല്ല, സാധകന്റെ ബന്ധുമിത്രാദികളും വരും തലമുറകളും കൂടി അതിന്റെ തിക്തഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് സാധകന് അറിയാം. അതിനാൽ രാജ്ഞിയോടുള്ള അടുപ്പം അഥവാ ബന്ധം ഒരു പദവിയായി വിലമതിക്കണം. ബഹുമാനമില്ലാത്ത ഏതൊരു പ്രവൃത്തിയും ഒഴിവാക്കണം. ദേവി രാജ്ഞിയാണ്, സാധകൻ ഒരു പ്രജയും. രാജ്ഞിയായിരിക്കുന്ന ദേവിയെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി വിളിച്ചു വരുത്തുക എന്ന തെറ്റ് ഒഴിവാക്കണം. രാജ്ഞിയെ പ്രീതയാക്കുക. സന്തുഷ്ടയായ ദേവി തൻ്റെ പ്രതിനിധികളിലൂടെ തൻ്റെ സാധകന്റെ ആവശ്യങ്ങളെല്ലാം പരിപാലിക്കും. ദേവി ഗീത ഇപ്രകാരം പറയുന്നു: വേദശാസ്ത്രങ്ങൾ പഠിച്ചതുകൊണ്ടോ യോഗയിലൂടെ ശരീരത്തെ നിയന്ത്രിച്ചതുകൊണ്ടോ ആചാരാനുഷ്ഠാനങ്ങളോ വഴിപാടുകളോ നടത്തിയത് കൊണ്ടോ ഒന്നും ദേവീ ദർശനം സാധ്യമല്ല. ഇതൊന്നും അതിന് പര്യാപ്തമല്ല. ദേവീ ദർശനം സാധ്യമാകണമെങ്കിൽ അമ്മയുടെ കൃപ തന്നെ വേണം. അത് നമ്മളിലേക്ക് ഒഴുകണം. അർഹതയുണ്ടെന്ന് തോന്നുന്നവർക്ക് മാത്രമേ ദേവീ സാന്നിധ്യം അനുഭവവേദ്യമാവുകയുള്ളൂ. നവവിധ ഭക്തിയെക്കുറിച്ച് ശ്രീമദ് ഭാഗവതവും വിഷ്ണു പുരാണവും പ്രതിപാദിക്കുന്നു. രാജ്ഞിയായിരിക്കുന്ന ദേവിയെ ഈ രീതികൾ ഉപയോഗിച്ച് പ്രീതിപ്പെടുത്താം. ശ്രവണം, രാജ്ഞിയുടെ മഹത്വങ്ങൾ കേൾക്കുക. കീർത്തനം, രാജ്ഞിയുടെ മഹത്വങ്ങൾ വാഴ്ത്തിപ്പാടുക. സ്മരണം, അമ്മയുടെ കൃപാതിരേകത്തെ സ്മരിക്കുക. പാദസേവനം, രാജ്ഞിയെ സേവിക്കുക. അർച്ചന, രാജ്ഞിയെ ആരാധിക്കുക. വന്ദനം, രാജ്ഞിയെ നമസ്കരിക്കുക. ദാസ്യം, ദാസനെ പോലെ രാജ്ഞിയെ സേവിക്കുക. സഖ്യം, രാജ്ഞിയുമായി വളരെ അടുത്ത ബന്ധം സ്ഥാപിക്കുക.
ആത്മനിവേദനം, രാജ്ഞിയിലുള്ള പൂർണ്ണ സമർപ്പണം. ശ്രീ മഹാരാജ്ഞി എന്നുള്ള നാമത്തെ ഭക്തിയുടെ ഭാവത്തിൽ അഥവാ ഭക്തി സാധനയുടെ ഭാവത്തിൽ നോക്കിക്കണ്ടാൽ പ്രജയും രാജ്ഞിയും തമ്മിലുള്ള ബന്ധത്തിൽ കാണുന്ന സ്നേഹം, സംരക്ഷണം, വിശ്വാസം, ഭയം, കീഴടങ്ങൽ തുടങ്ങിയ എല്ലാ വികാരങ്ങളും ഈ നാമത്തിൽ അടങ്ങിയിരിക്കുന്നു. ശ്രീ മഹാരാജ്ഞി ചക്രവർത്തിനികളുടെയും ചക്രവർത്തിനി ആയിരുന്നുകൊണ്ട് ബ്രഹ്മാണ്ഡ കോടികളെ ഭരിക്കുകയും സന്തുലിതാവസ്ഥ അഥവാ പ്രപഞ്ചത്തിന്റെ താളം നിലനിർത്തുകയും ചെയ്യുന്നു. തനീയാംസം പാംസും തവ ചരണ പങ്കേരുഹഭവം വിരിഞ്ചി സഞ്ചിൻവാൻ വിരചയതി ലോകാനവികലം വഹത്യേനം ശൗരി കഥമപി സഹസ്രേണ ശിരസാം ഹര സംക്ഷുദ്ധ്യൈനം ഭജതി വസിതോ ധൂളനവിധിയും. സൗന്ദര്യലഹരി ശ്ലോകം 2. ദേവിയുടെ പാദധൂളികൾ ശേഖരിച്ചിട്ടാണ് ബ്രഹ്മാവ് സൃഷ്ടി നടത്തുകയും ആ സൃഷ്ടിയെ വിഷ്ണു പരിപാലിക്കുകയും സംഹാരകാലത്ത് മഹാദേവൻ പൊടി പൊടിയാക്കി ഭസ്മമായി ദേഹം മുഴുവൻ പൂശുകയും ചെയ്യുന്നത്. സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ദേവിയുടെ പാദധൂളികൾ കൊണ്ടാണ് നിർവഹിക്കപ്പെടുന്നത്. ഭക്തിപുരസരം ശ്രീ മഹാരാജ്ഞിയെ ശ്രീ മഹാരാജ്ഞി സഹസ്രനാമത്താൽ സ്തുതിക്കണമെങ്കിൽ ശ്രീവിദ്യാ തന്ത്രപീഠത്തിൻ്റെ വെബ്സൈറ്റ് www.srividyaTantram.com ഫ്രീ പബ്ലിക്കേഷനിൽ നിന്ന് ടെക്സ്റ്റ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ശ്രീ മഹാരാജ്ഞി എന്ന നാമത്തിലുള്ള ജ്ഞാനസാധന. ജ്ഞാനയോഗ മാർഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയുടെ മനസ്സിലുണ്ടാകുന്ന ആദ്യത്തെ ചോദ്യം, എന്തുകൊണ്ടാണ് സൃഷ്ടിയിലുള്ള സകലതും പരിപാലനത്തിൽ അഥവാ സ്ഥിതിയിൽ പങ്കുവഹിക്കുന്നത്? അതുകൊണ്ടാണോ സർവചരാചരങ്ങളും നിയമങ്ങൾ പാലിച്ചുകൊണ്ട് അവരവരുടെ കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കുന്നത്? എന്തുകൊണ്ടാണ് അഗ്നി കത്തുന്നത്? എന്തുകൊണ്ടാണ് സൂര്യൻ പ്രകാശിക്കുന്നത്? ഇതിനുള്ള പ്രത്യുത്തരം ഇതാണ്. ഈ പ്രകൃതി ശ്രീ മഹാരാജ്ഞിയാണ്. അവൾ നിയമങ്ങൾ ചിട്ടപ്പെടുത്തുകയും എല്ലാ ചരാചരങ്ങളും അത് പാലിക്കാൻ ബാധ്യസ്ഥരാണ്. യദിദം കിംച ജഗത് സർവ പ്രാണ പ്രജതി നശ്രുതം മഹത് ഭയം വജ്രമുദ്യതം യദ വി ദുർമൃതാസ്തേ ഭവന്തി ഭയാദസ്യാഗ്നി സ്തപതി ഭയാത്തപതി സൂര്യ ഭയാദിന്ദ്രശ്ച വായുശ്ച മൃത്യുധാർവതി പഞ്ചമ. കഠോപനിഷത്തിലെ ശ്ലോകം ഇപ്രകാരം പറയുന്നു: ഏത് ഊർജമാണോ ഈ പ്രപഞ്ചത്തിൻ്റെ ആവിർഭാവത്തിന് കാരണമായത്, ആ ഊർജം പ്രഹരിക്കാൻ തയ്യാറായി നിൽക്കുന്ന മിന്നൽ പിണര് പോലെ അഥവാ വജ്രം പോലെയാണ്. കൽപ്പിക്കപ്പെട്ട ജോലികൾ എല്ലാവരും ചെയ്യണം. ജോലികൾക്കുള്ള നിയമങ്ങൾ പാലിക്കുകയും വേണം. ആരാണോ ദേവിയാൽ നിർമ്മിക്കപ്പെട്ട നിയമങ്ങൾ ലംഘിക്കുന്നത് അവരെ അമ്മ പ്രഹരിക്കുക തന്നെ ചെയ്യും. ദേവിയോടുള്ള ഭയത്താലാണ് അഗ്നി ജ്വലിക്കുന്നത്, സൂര്യൻ പ്രകാശിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇന്ദ്രനും യമനും മറ്റുള്ള എല്ലാ ചരാചരങ്ങളും ദേവിയോടുള്ള ഭയത്താൽ അവരുടെ കടമകൾ കൃത്യമായി ചെയ്യുന്നു. ഈ ശ്ലോകം ആത്യന്തികമായി അർത്ഥമാക്കുന്നത് ഇതാണ്: അഗ്നി ജ്വലിച്ചില്ലെങ്കിൽ പ്രകൃതി അതിൻ്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിനായി അഗ്നി ഇല്ലാതെയുള്ള മറ്റൊരു മാർഗം കണ്ടെത്തും. ഇതിൽ നിന്ന് ശ്രീ മഹാരാജ്ഞി സമതുലനവും താളക്രമവും ഈ പ്രപഞ്ചത്തിൽ ഉറപ്പുവരുത്തുന്നു എന്ന് മനസ്സിലാക്കാം. ഇവിടെ ഒരു യജമാന ഭൃത്യ ബന്ധം നമുക്ക് ദർശിക്കാം. ദേവി ശ്രീ മഹാരാജ്ഞിയായും ദേവിയാൽ കൽപ്പിക്കപ്പെട്ട ജോലികൾ ചെയ്യുന്ന പ്രജകൾ ഭൃത്യന്മാരുമായും അവർ തമ്മിലുള്ള ബന്ധമാണ് ഇവിടെ കാണുന്നത്. ഇതിൽ നിന്ന് ഒരു നിഗമനത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാം. എവിടെ സ്ഥിതി അഥവാ പരിപാലനം ആവശ്യമാണോ അവിടെ സ്ഥിതികാരകൻ അഥവാ പരിപാലകനും ഉണ്ടാകും. ഇവിടെ ദേവിയെ നിമിത്ത കാരണമായി അല്ലെങ്കിൽ കാര്യക്ഷമമായി സ്ഥിതി നടപ്പാക്കുന്നവളായി മനസ്സിലാക്കാം. ഒരു സാധകൻ ഇത് മനസ്സിലാക്കിയിട്ട് ഇതിനെക്കുറിച്ച് മനനവും നിവിധ്യാസനവും ചെയ്ത് ശ്രീ മഹാരാജ്ഞിയുടെ പരിപാലന കൃത്യങ്ങളെ ഓർത്ത് സ്നേഹിക്കാനും
ബഹുമാനിക്കാനും ആരാധിക്കാനും തുടങ്ങും. ഇവിടെ അടുത്ത ചോദ്യം ഉന്നയിക്കപ്പെടുന്നു. അങ്ങനെയൊരു പരിപാലകയുണ്ടെങ്കിൽ അവൾ എപ്രകാരമാണ് തൻ്റെ എല്ലാ സൃഷ്ടിജാലങ്ങളിലും സ്ഥിതി നടപ്പാക്കുന്നത്? ഓരോ ജീവജാലങ്ങളുടെ അവരവരുടെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കെ ഈ പ്രപഞ്ചത്തിൻ്റെ താളം ഒട്ടും തെറ്റാതെ എങ്ങനെയാണ് നിലനിൽക്കുന്നത്? സൃഷ്ടിക്കപ്പെട്ടവയിൽ ഒന്ന് അപ്രത്യക്ഷമായാൽ എന്ത് സംഭവിക്കും? സർവചരാചരങ്ങളും എങ്ങനെയാണ് പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്നത്? ഇതിനുള്ള ഉത്തരം ഇതാണ്. ഈ പ്രപഞ്ചം ശാശ്വതമാണ്. വ്യക്തിഗത രൂപങ്ങൾ മാത്രമേ നശിക്കുന്നുള്ളൂ. ദേവി പരമബുദ്ധിയായി, അതായത് പ്രാപഞ്ചിക ബുദ്ധിയായി വർത്തിച്ച് ശാശ്വതമായതിനെയെല്ലാം പരസ്പരം ബന്ധിപ്പിക്കുന്നു. ഈ വാക്യം മേൽ ചോദിച്ച ചോദ്യങ്ങൾക്ക് എങ്ങനെ ഉത്തരമാകുമെന്ന് മനസ്സിലാകണമെങ്കിൽ കുറച്ചുകൂടി വിവരണം ആവശ്യമാണ്. ആശയങ്ങൾ, പ്രാപഞ്ചികമായവ, തലങ്ങൾ, സമൂഹം, പ്രത്യേകതര സവിശേഷതകളോട് കൂടിയ ഒരു കൂട്ടം, കർമ്മങ്ങൾ, ഇവയെല്ലാം ശാശ്വതമാണ്. പക്ഷേ വ്യക്തിഗത രൂപങ്ങൾ നശ്വരമാണ്. അവ നശിക്കും. ആരാലാണോ ഈ സൃഷ്ടികർമ്മം നിർവഹിക്കപ്പെടുന്നത് അത് ബ്രഹ്മാവിനാലാണ്. ബ്രഹ്മാവ് എന്നുള്ളത് ഒരു ആശയമാണ്. സൃഷ്ടികർമ്മം നിർവഹിക്കുന്ന ആൾ, അതിനെ കുറിക്കുന്ന പദമാണ് ബ്രഹ്മാവ്. ആശയത്തിന് നാശമില്ല. എങ്കിലും സമയക്രമം അഥവാ നിശ്ചിത ജീവിതക്രമം തീരുമ്പോൾ വ്യക്തിയായ ബ്രഹ്മാവിന് നാശം സംഭവിക്കുന്നു. കുറച്ചുകൂടി ഈ തത്വം മനസ്സിലാക്കുന്നതിന് പ്രായോഗികമായ ഒരു ഉദാഹരണം എടുക്കാം. കുതിര ഒരു ഉദാഹരണമായി എടുക്കാം. ഇപ്പോൾ കുതിര എന്ന് പറഞ്ഞാലോ കേട്ടാലോ ഓർത്താലോ നമ്മളുടെ ഉള്ളിൽ പ്രത്യേക രൂപവും സ്വഭാവ സവിശേഷതകളുമൊക്കെയുള്ള ഒരു ജീവിയുടെ രൂപം തെളിഞ്ഞു വരും. അപ്പോൾ കുതിര എന്നുള്ള വാക്ക് എപ്പോൾ ഓർത്താലും ഈ ജീവിയെയാണ് നമ്മൾ ഓർക്കുക. ഒരു കുട്ടി ജീവികളുടെ പേരും വർഗവുമെല്ലാം പഠിക്കുന്ന സമയം ഒരു പടത്തിൻ്റെ സഹായത്തോടെ അല്ലെങ്കിൽ യഥാർത്ഥ കുതിരയെ കാണിച്ചു കൊടുത്ത ശേഷം നമ്മൾ പറയും, മോനെ മോളെ ഇതാണ് കുതിര. കുട്ടി ആ പടത്തെയോ ശരിക്കുള്ള മൃഗത്തെയോ നോക്കും. അതിൽ നിന്ന് കുട്ടി അതിൻ്റെ രൂപം സവിശേഷതകൾ എല്ലാം മനസ്സിലാക്കും. കുതിര എന്നാൽ ഇങ്ങനെ ഇരിക്കും എന്നുള്ളത് മനനം ചെയ്യും. അങ്ങനെ കുട്ടി കുതിര എന്നുള്ള വാക്ക് കേട്ടാൽ താൻ നേരിൽ കാണുന്ന ഈ പ്രത്യേക തരം മൃഗമാണെന്ന് മനസ്സിലാക്കുന്നു. കുതിര ഒരു വ്യക്തി. പിന്നീട് ഭാവിയിൽ കുതിര എന്ന പദം കേവലം താൻ കണ്ട കുതിരയെ മാത്രമല്ല, ഇപ്രകാരമുള്ള രൂപം സ്വഭാവ സവിശേഷതകളുള്ള എല്ലാ ജീവികളെയും കുതിര എന്നാണ് പറയുന്നതെന്നും താൻ കണ്ട കുതിര എല്ലാ കുതിരകളുടെയും പ്രതിനിധിയാണ് എന്നും മനസ്സിലാക്കുന്നു. പിന്നീട് എപ്പോൾ ആ കുട്ടി കുതിരയെ കാണുന്നുവോ അവൻ അല്ലെങ്കിൽ അവൾ ഇവ ഓർമ്മിച്ചെടുക്കും. കുതിര എന്ന പദം, വാക്കിൻ്റെ അർത്ഥവും വാക്കും തമ്മിലുള്ള ബന്ധം, അതിനാൽ സാർവത്രികമായതിനെ ഉപയോഗിച്ച് കുതിരകളുടെ കൂട്ടം, അതിനെ ഉപയോഗിച്ച് വ്യക്തിയെ, ഒരു കുതിര വ്യക്തിഗത സൃഷ്ടിയെ തിരിച്ചറിയും. പ്രപഞ്ച സൃഷ്ടി ഉള്ള കാലത്തോളം ഒരു കുതിര മരിച്ചാലും സാർവത്രികമായ കുതിര മറ്റു കുതിരകൾ വഴി നിലനിൽക്കും. അതുപോലെ ലയന സമയത്ത് സംഹാരകാലം അവ്യക്തമായി നിലനിൽക്കുകയും അടുത്ത സൃഷ്ടി ചക്രത്തിൽ പ്രകടമാവുകയും ചെയ്യും. പ്രപഞ്ച സൃഷ്ടി സംഹരിക്കപ്പെട്ടാലും പുനഃസൃഷ്ടിക്കായുള്ള പ്രാപഞ്ചിക ബുദ്ധി ശാശ്വതമാണ്. അത് അവ്യക്തമായി നിലനിൽക്കുകയും അടുത്ത സൃഷ്ടിചക്രത്തിൽ പ്രകടമാകുവാൻ അഥവാ വ്യക്തമാകുവാൻ കാത്തിരിക്കുകയും ചെയ്യും. മുൻപേയുള്ള സൃഷ്ടിക്രമത്തിൽ കാണുന്ന സൂര്യനും ചന്ദ്രനുമെല്ലാം വരും സൃഷ്ടിചക്രങ്ങളിൽ പുനഃസൃഷ്ടിക്കപ്പെടുന്നു എന്നാണ് ശ്രുതികളായ ഋഗ്വേദവും മഹാനാരായണ ഉപനിഷത്തും പറയുന്നത്. പൂർവ്വസൃഷ്ടിയിലെ ദേവീദേവന്മാർക്ക് സമാന്തരമായ ദേവതകളെയാണ് അഥവാ പ്രകൃതി ശക്തികളെയാണ് മറ്റൊരു ക്രമത്തിൽ സൃഷ്ടിക്കുന്നത് എന്ന് സ്മൃതിയായ മഹാഭാരതവും പറയുന്നു. അതിനാൽ പ്രാപഞ്ചികമായ സത്യവസ്തു നിലനിൽക്കുന്നു. അത് ശാശ്വതമാണ്. വ്യക്തികൾ മാത്രമേ നശിക്കുന്നുള്ളൂ. ഈ ഉത്തരത്തിന് 2 ഭാഗങ്ങളുണ്ട്. 1. ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു കൂട്ടം എന്ന അവസ്ഥയിൽ സർവചരാചരങ്ങളും ശാശ്വതരാണ്. അതിനാൽ
സമൂഹം എന്ന നിലയിൽ സ്ഥിതികാരകനും ശാശ്വതനാണ്. അതുപോലെ പരിപാലിക്കപ്പെടുന്നവയും ശാശ്വതരാണ്. 2. വ്യക്തിയുടെ സ്ഥിതിക്ക് ആധാരം സമൂഹവും സമൂഹത്തിൻ്റെ ആധാരം വ്യക്തമായോ അവ്യക്തമായോ നിലകൊള്ളുന്ന സ്ഥിതികാരകനുമാണ്. സൂര്യനും ചന്ദ്രനുമെല്ലാം ഒരു ദ്രവ്യപിണ്ഡമാണെങ്കിലും അതിൽ നിലകൊള്ളുന്ന വിശേഷ ബുദ്ധി അഥവാ പരമചൈതന്യം ഉണ്ട്. ആ ബുദ്ധിതത്വം അവിടെ ഇരുന്നു കൊണ്ട് എന്തു കർമ്മങ്ങളാണോ ചെയ്യേണ്ടത് അത് ചെയ്യിക്കുന്നു. ഈ പരമബുദ്ധി പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അതുവഴി പ്രപഞ്ചത്തിൻ്റെ സന്തുലനാവസ്ഥയിൽ വിശേഷ പങ്ക് വഹിക്കുന്നു. നമ്മൾ സൂര്യനോട് പ്രാർത്ഥിക്കുന്നു. ആ സമയം സ്ഥൂല രൂപത്തെയാണ് കാണുന്നതെങ്കിലും പ്രാർത്ഥിക്കുന്നത് അതിൽ കുടികൊള്ളുന്ന പരമചൈതന്യം അഥവാ ബുദ്ധിതത്വത്തോടാണ്. ആ ബുദ്ധിതത്വമാണ് നമുക്ക് വേണ്ട ചൂടും വെളിച്ചവും എന്ന് വേണ്ട നമ്മൾ അർത്ഥിക്കുന്ന കാര്യങ്ങൾ അഥവാ ഗുണങ്ങൾ നൽകുന്നത്. നമ്മൾ ഭൂമിയെ അഥവാ തൊട്ട് നമസ്കരിക്കും, എന്നിട്ട് ഭൂമി ദേവി എന്ന് വിളിക്കും. നമ്മളുടെ പ്രാർത്ഥന ആ ജഡതത്വത്തോട് മറിച്ച് അതിൽ കുടികൊള്ളുന്ന ചൈതന്യത്തോടാണ് അഥവാ പരമാത്മ ബോധത്തോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ആരെങ്കിലും മരണപ്പെട്ടാൽ ജഡശരീരം അഥവാ സ്ഥൂല ശരീരം ഉണ്ടെങ്കിൽ കൂടി ആ വ്യക്തി നമ്മളെ വിട്ടകന്നു എന്ന് നമ്മൾ പറയും. കാരണം ഏതൊരു ചൈതന്യത്തിൻ്റെ ബുദ്ധിയുടെ പ്രേരണയിലാണോ അവൻ കഴിക്കുകയും നടക്കുകയും തന്നെയും മറ്റുള്ളവരെയും പരിപാലിക്കുകയും ചെയ്തിരുന്നത്, ആ ചൈതന്യം അവനെ വിട്ടകന്നു പോയിരിക്കുന്നു. അതിനാൽ പരിപാലനം പരിപാലിക്കപ്പെടേണ്ടതായ വസ്തു വ്യക്തിഗത രീതിയിലല്ല, മറിച്ച് ആ വസ്തുവിൻ്റെ സമൂഹം, ഇവയെല്ലാം ശാശ്വതമാണ്. ഇവരെല്ലാം തന്നെ ആ പ്രാപഞ്ചിക ബുദ്ധിയാൽ പരസ്പരം ബന്ധിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് ഒന്ന് മനസ്സിലാക്കാം, സ്ഥിതികാരക എന്നുള്ളത് ഒരു അനുമാനമല്ല, മറിച്ച് എല്ലാ ക്ഷേമ പ്രവർത്തനങ്ങളും സംഭവിക്കുന്നത് ആ പരമമായ ശാശ്വതമായ ബുദ്ധി മൂലമാണ്. ആ വിശേഷ ബുദ്ധി സ്ഥിതി എന്ന എല്ലാ പ്രവൃത്തികളിലും നിറഞ്ഞു നിൽക്കുന്നു. എല്ലാ സൃഷ്ടിജാലങ്ങളും സ്ഥിതികാരകരാണ്. അവരുടെ വ്യക്തിഗത ബുദ്ധി പ്രാപഞ്ചിക ബുദ്ധി അഥവാ പരമബുദ്ധിയുമായി ഇണക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ മഹാരാജ്ഞി നിമിത്ത കാരണയാണ്, ഒപ്പം ഉപാദാന കാരണയും. സാധകരും എല്ലാ സൃഷ്ടിജാലങ്ങളും പ്രപഞ്ചത്തെ നിലനിർത്തുന്നവരാണ്. അവരെല്ലാം ശ്രീ മഹാരാജ്ഞിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മനനവും നിവിദ്യാസനവും കൊണ്ട് ശ്രീ മഹാരാജ്ഞിയാൽ പരിപാലിക്കപ്പെടുന്ന മനുഷ്യരോടും മൃഗങ്ങളോടും സസ്യജാലങ്ങളോടും എന്ന് വേണ്ട ദേവിയാൽ സൃഷ്ടമായതിനോടെല്ലാം പ്രേമവും ആരാധനയും നമ്മളുടെ ഉള്ളിൽ ഉടലെടുക്കും. അത്യാവശ്യം പക്വത നേടിയ ഒരു സാധകന്റെ ഉള്ളിൽ അവസാനം ഇപ്രകാരമുള്ള ചോദ്യം ഉയർന്നു വരും: ഓരോ സൃഷ്ടിയും ദേവിയിൽ നിന്ന് ഉത്ഭവിച്ചതാണെങ്കിൽ എന്തുകൊണ്ട് അവർ വ്യത്യസ്തത പുലർത്തുന്നു? എന്തുകൊണ്ട് ഞാൻ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നു? എൻ്റെ ജന്മം എങ്ങനെ വ്യത്യസ്തമായി? ഈ ജനന മരണ ചക്രത്തിൽ നിന്ന് മോചനമില്ലേ? ഈ ഘട്ടത്തിൽ ഗുരു തൻ്റെ ശിഷ്യനെ കർമ്മങ്ങളുടെ സങ്കീർണതകളെക്കുറിച്ചും അവയെ എങ്ങനെ മുറിച്ച് മറികടക്കാമെന്നും പഠിപ്പിക്കുന്നു. ദേവി സർവവ്യാപിയാണ്. എല്ലാ വ്യക്താവ്യക്ത വസ്തുക്കളിലും നിലകൊള്ളുന്നവളാണ്. കർമ്മനിയതി ശ്രീ മഹാരാജ്ഞിയുടെ കീഴിലുള്ള സകലതിനും ബാധകമാണ്. പരമാത്മ ചൈതന്യം അഥവാ പരമാത്മ അവബോധം ആരംഭിക്കാത്ത കർമ്മ പ്രവണതകളെ സത്വം, രജസ്, തമസ് എന്നീ 3 ഗുണങ്ങളുടെ രൂപത്തിൽ തന്നിൽ തന്നെ നിലനിർത്തുന്നു. പൂർവജന്മാർജിതമായ കർമ്മങ്ങൾ ഒരു വ്യക്തിയെ സ്വാധീനിക്കും. അതുപോലെ ആ വ്യക്തി ഈ ജന്മം പുതിയ കർമ്മങ്ങൾ ശേഖരിക്കുകയും ചെയ്യും. കർമ്മങ്ങൾ 3 തരമുണ്ട്: സഞ്ചിത കർമ്മം, പ്രാരാബ്ധ കർമ്മം, ആഗമ്യ കർമ്മം. മുൻജന്മങ്ങളിൽ നിന്ന് ഒരു ജീവൻ ആർജിച്ചു അഥവാ ശേഖരിച്ചു കൊണ്ടുവന്നിട്ടുള്ള കർമ്മമാണ് സഞ്ചിത കർമ്മം. നിർദ്ദിഷ്ട ശരീരത്തിലേക്ക് സഞ്ചിത കർമ്മം അനുവദിച്ചു കൊടുത്താൽ അത് പ്രാരാബ്ധ കർമ്മമായി. ഒരു വ്യക്തിയുടെ പ്രവൃത്തിയിലൂടെ ഈ ജന്മം ഉണ്ടാകുന്ന പുതിയ കർമ്മങ്ങൾ ആഗമ്യ കർമ്മമായി തീരുന്നു. കർമ്മനിയതി നടപ്പാക്കുന്നത് പരമാത്മ ചൈതന്യത്തിന് അല്ലെങ്കിൽ പരമ അവബോധത്തിന് ഒരു ഭേദവുമില്ല, നിഷ്പക്ഷമാണ്. എല്ലാവർക്കും അവരവരുടെ കർമ്മങ്ങൾ അനുസരിച്ചുള്ള കർമ്മഫലങ്ങൾ ലഭിക്കുക തന്നെ ചെയ്യും.
ശ്രീ മഹാരാജ്ഞിയും വ്യക്തികളുടെ കർമ്മങ്ങളെയും കുറിച്ച് നമുക്ക് 3 തരത്തിൽ മനസ്സിലാക്കാം. പ്രകടമായ കർമ്മം, അവ്യക്തമായ കർമ്മം, ശ്രീ മഹാരാജ്ഞിയെ പ്രാപഞ്ചികവും വ്യക്തകരമായ കർമ്മങ്ങൾ എന്ന നിലയിലും. ശക്താനന്ദ തരംഗിണി പറയുന്നു, കർമ്മണാ ജായതേ ജന്തു കർമ്മണൈവ പ്രളീയതേ ദേഹേ വിനഷ്ടൈ തൽക്കർമ്മ പുനർദേഹം പ്രപദ്യതേ തഥാ ദേനു സഹസ്രേണു വത്സോ വിന്ദതി മാതരം തഥാ ശുഭാശുഭം കർമ്മ കർത്താരമനുഗച്ഛതി. ഒരു വ്യക്തി കർമ്മത്താൽ ജനിക്കുകയും കർമ്മത്താൽ മരിക്കുകയും പിന്നീട് ലഭിക്കുന്ന ദേഹത്തിൽ പോലും കർമ്മം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ താൻ ചെയ്ത ശുഭാശുഭ കർമ്മങ്ങൾക്കനുസൃതമായി ജീവൻ വസ്ത്രങ്ങൾ മാറുന്നത് പോലെ പല പല ശരീരങ്ങൾ സ്വീകരിക്കുന്നു. കർമ്മനിയതി ഇപ്രകാരം നടപ്പാകുന്നു. ഇങ്ങനെ കർമ്മം പ്രകടമാകുന്നു. ദേവിഗീത. തസ്യാം കർമ്മണി ജീവാനാം ജീവ കാലാശ്ച സഞ്ചരേ അഭേദേന വിലീന സ്യു സുഷുപ്തൗ വ്യവഹാരവത് സ്വശക്തേശ ച സമായോഗാദഹം ബീജാത്മദാംഗത സ്വധാരാവരണാത്മസ്യ ദോഷത്വം ച സമാഗതം. എപ്രകാരമാണോ ഗാഠനിദ്രയിൽ സുഷുപ്തിയിൽ ജീവന്റെ എല്ലാ കർമ്മങ്ങളും അലിഞ്ഞു ചേരുന്നത്, അതുപോലെ പ്രളയസമയം എല്ലാ കർമ്മങ്ങളും എന്നിലേക്ക് ലയിച്ചു ചേരുന്നു. ഉൽപ്പന്നമായത് ഉറവിടത്തിൽ നിന്ന് വ്യത്യസ്തമാണ് എന്ന തോന്നലുണ്ടാകുന്നത് എൻ്റെ മായാശക്തിയാലാണ്. എല്ലാ കർമ്മങ്ങളും ദേവിയിൽ ലയിച്ചിരിക്കെ അതെല്ലാം അവ്യക്ത കർമ്മമാണ്, പ്രകടമല്ലാത്ത കർമ്മങ്ങളാണ് അവ. ദേവിഗീത. സാഹം സർവ ജഗൽ സൃഷ്ട്വാ തദന്ത പ്രവിശ്യാമ്യഹം മായാ കർമാദിസഹിത ഗിരേ പ്രാണപുരസര. ദേവി സമ്പൂർണ്ണ ലോകത്തെ സൃഷ്ടിച്ചു. സൃഷ്ടി സമയം അവൾ തൻ്റെ സൃഷ്ടിയിലേക്ക് മായ, കർമ്മം, പ്രാണാദികൾ എന്നിവ സഹിതം പ്രവേശിച്ചു. ശ്രീ മഹാരാജ്ഞി കർമ്മത്തിൻ്റെ ഭണ്ഡാരമാണ്. കർമ്മത്തെ അനുവദിച്ചു കൊടുക്കുന്നതും അവളാണ്. കർമ്മങ്ങളുടെ കണക്കെടുപ്പ് നടത്തുന്നതും അവളാണ്. പ്രാപഞ്ചിക കർമ്മവും വ്യക്തിഗത കർമ്മവും ശ്രീ മഹാരാജ്ഞിയിൽ കുടികൊള്ളുന്നു. പ്രകൃതി നിയമങ്ങൾ പ്രവർത്തിക്കണമെങ്കിലും കർമ്മത്തിന് ശരിയായ രീതിയിൽ പ്രവർത്തിക്കണമെങ്കിലും ആത്മാവ് ശാശ്വത വസ്തുവാകണം. അത് ഒരു നിശ്ചിത ശരീരത്തിൽ ഒതുങ്ങുന്നതാവരുത്. ശരീര സംബന്ധിയായി മാറി മാറി വരുന്ന വ്യക്തിത്വം ആത്മതത്വമല്ല. ആത്മാവ് അഥവാ ജീവനല്ല അത്. ഗുരുവാക്യം ശരിയായ രീതിയിൽ സാധകനിൽ ഉറയ്ക്കുമ്പോൾ അഥവാ ലീനമാകുമ്പോൾ അവന് ചെയ്യുന്ന എല്ലാ ഉദ്യമങ്ങളിലും ആനന്ദം ലഭിക്കുന്നു. കാരണം അവന് ഒരു കാര്യം മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. അതായത് ഈ ജന്മം ഒരു ലീല മാത്രമാണ്, അഥവാ ഒരു നാടകം മാത്രമാണ്. താൻ അനേകം ജന്മങ്ങൾ ഇതിനു മുൻപേ എടുത്തിരിക്കുന്നു. ഈ ജന്മത്തിൽ ഉണ്ടാകുന്ന ഒരു സംഭവ വികാസങ്ങൾക്കും തൻ്റെ ആത്മതത്വത്തെ ഒരു പ്രകാരത്തിലും ബാധിക്കാൻ കഴിയുകയില്ല. താൻ ശാശ്വതനാണ്. ഒരു വ്യക്തിയിൽ കുടികൊള്ളുന്ന ജീവാത്മാവും പ്രപഞ്ച പരിപാലകനായ പരമാത്മാവും വ്യത്യസ്തരല്ല. ഇങ്ങനെ അനുഭവവേദ്യമാകുന്ന ജ്ഞാനം ജീവനെ കർമ്മചക്രത്തിൽ നിന്ന് മോചിപ്പിച്ച് മോക്ഷത്തിലേക്ക് നയിക്കുന്നു. ശ്രീ മഹാരാജ്ഞിയിലുള്ള ക്രിയാസാധന. ഓം രാജ്യപ്രതായേ വിദ്മഹേ ഹ്രീം പഞ്ചദശാക്ഷര്यै ധീമഹി ശ്രീം തന്നോ മഹാരാജ്ഞി പ്രസീദയാത്. രുദ്രയാമളത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള പഞ്ചദശാക്ഷരി വിദ്യ. പ്രണവേനാർച്ചയേ ദേവി പരിവാരാൺ യഥാക്രമം താരം പരാരമാവഹ്നി കാമ ശക്തി ഷഡക്ഷര ഭഗവതി ച രാജ്ഞി ച മായാ ഠക്വയമഞ്ജലേ. പഞ്ചദശാക്ഷരി വിദ്യ എന്ന് പറഞ്ഞ ശേഷം ഉത്തരഘോഷത്തിൽ ശ്രീ മഹാരാജ്ഞിയുടെ വിദ്യയെ ഇപ്രകാരം വെളിപ്പെടുത്തിയിരിക്കുന്നു. തതോ രാജ്ഞി മന്ത്രോദ്ധാര താരം ലജ്ജാശ്രിയം ആത്മി കാമം ശക്തി ഷഡക്ഷര ബീജം ച ഷഡ്ശിരോ ജ്ഞേയം തദ
ഭഗവതി തഥാ രാജ്ഞൈ ഹന്തി മായാ ചടത്വയം എഭി സഹമനു പ്രോക്തോ രാജ്യ പഞ്ചദശാക്ഷര. ദേവീ രഹസ്യത്തിലുള്ള ശ്രീ മഹാരാജ്ഞിയുടെ പഞ്ചാംഗ പദ്ധതിയിൽ വെളിവാക്കുന്ന മന്ത്രം ഇതാണ്. താരം മായാമാനല കാമശക്തി മധ്യേ ചാഖ്യ ഭഗവത്യേ ച രാജ്ഞേ മായാബീജം ദത്വയം ദേവി രാജ്ഞ മന്ത്രോദ്ധാരോ വർണ്ണിതോ ഗോപനീയ. ഈ എല്ലാ ശ്ലോകങ്ങളും അംഗീകരിക്കുകയും വെളിവാക്കിയതുമായ ശ്രീ മഹാരാജ്ഞി മന്ത്രം. ഓം ഹ്രീം ശ്രീം രാം ക്ലീം സൗ ഭഗവത്യേ രാജ്ഞേ ഹ്രീം സ്വാഹ. 15 കലകളോടുകൂടി ശ്രീ മഹാരാജ്ഞിയുടെ പഞ്ചദശി വിദ്യയും ദേവി ത്രിപുര സുന്ദരിയുടെ ത്രികൂട പഞ്ചദശി വിദ്യയും പൂർണ്ണമാണ്. എന്നിരുന്നാലും 2 വിദ്യകളും വ്യത്യസ്തമാണ്. ശ്രീ മഹാരാജ്ഞിയുടെ പഞ്ചദശി വിദ്യ ഉപാസകന് സമ്പത്തും അഭിവൃദ്ധിയും പ്രദാനം ചെയ്യുന്നു. രുദ്രയാമളത്തിലുള്ള ശ്ലോകം പറയുന്നു: നൃണാം ദാരിദ്ര്യനാശായ പ്രാദുർഭൂതാദ്യ ഭാരതീ യസ്യ പഞ്ചദശി വിദ്യാം ഗുഹ്യാമവിദിതാം പുരാ. ശ്രീ മഹാരാജ്ഞിയെ ശ്രീചക്രത്തിൽ ആരാധിക്കുന്നു. ആ ശ്രീ മഹാരാജ്ഞിക്ക് നിരവധി ധ്യാന ശ്ലോകങ്ങളുണ്ട്. ദേവീ രഹസ്യമെന്ന ഗ്രന്ഥത്തിൽ ശ്രീ മഹാരാജ്ഞിയുടെ പഞ്ചാംഗ തന്ത്ര പദ്ധതിയിൽ വിശദമായി ദേവിയുടെ ആവരണ പൂജയെ വിവരിക്കുന്നു. ശ്രീരാജ്ഞി മൂലമന്ത്രസ്യ ഋഷിബ്രഹ്മാ സമീരിത ഗായത്രി ഛന്ദ ഈശാനി രാജ്ഞി ദേവി ച ദേവത മായാബീജം ശരശക്തി കാമ കീലകമീശ്വരി ഭോഗപവർഗ സിദ്ധ്യർത്ഥേ വിനിയോഗ പ്രകീർത്തിത. മഹാരാജ്ഞി ദേവതാ മന്ത്രത്തിന്റെ ഋഷി ബ്രഹ്മാവാണ്. ഛന്ദസ് ഗായത്രിയും ഹ്രീം ബീജം, ശക്തി സൗ, കീലകം ക്ലീം. ദേവി ശ്രീ മഹാരാജ്ഞിയുടെ വളരെ പ്രചാരമുള്ള ധ്യാന ശ്ലോകം: ചതുർഭുജാം ചന്ദ്രകലാർദ്ധശേഖരാം സിംഹാസനസ്ഥാം ഭുജംഗഗോപവീതിനീം പാശാങ്കുശാം ബോരുഹ ഖഡ്ഗധാരിണീം രാജ്ഞീം ഭജേ ചേതസീ രാജ്യദായിനീം. ചതുർഭുജയും, അതായത് 4 തൃക്കരങ്ങളോട് കൂടിയവളും അവയിൽ പാശവും അങ്കുശവും താമരയും വാളും ഏന്തിയവളും ചന്ദ്രക്കല കിരീടത്തിൽ ധരിച്ചവളും നാഗത്തെ യജ്ഞോപവീതമായി ധരിച്ചവളും സിംഹാസനസ്ഥയുമായ രാജ്ഞിയെ ധ്യാനിക്കുന്നു. ഈ രൂപത്തിലാണ് ശ്രീ മഹാരാജ്ഞിയെ ധ്യാനിക്കേണ്ടത്. ഈ രാജ്ഞി ചേതനയാണ്, ജീവബോധമാണ്. ചേതസി, ചേതനയില്ലെങ്കിൽ ജീവനില്ല. ഈ രാജ്ഞി രാജകീയ ജീവിതം പ്രദാനം ചെയ്യുന്നവളാണ്. അപ്രകാരമുള്ള ജീവിതത്തിൽ വേണ്ടതായ ധനം, പ്രശസ്തി, അധികാരം, സമ്പത്ത്, ബഹുമാനം എല്ലാം സാധകന് ലഭിക്കും. അങ്ങനെയുള്ള ശ്രീ മഹാരാജ്ഞിയെ ധ്യാനിക്കണം. ഒരു നിമിഷം ദേവിയെ ഒന്ന് ധ്യാനിക്കാം. കണ്ണുകളടച്ച് ദേവിയെ ഒന്ന് കാണുക. രാജകീയ സിംഹാസനത്തിൽ അമ്മ വിരാജിക്കുന്നു. 4 കൈകളുണ്ട് ദേവിക്ക്. വലതുവശത്തുള്ള മുകളിലത്തെ കൈയിൽ അങ്കുശം അഥവാ ആനത്തോട്ടി ധരിച്ചിരിക്കുന്നു. ഇടതുവശത്തുള്ള മുകളിലത്തെ കൈയിൽ പാശം അഥവാ കയറാണ് പിടിച്ചിരിക്കുന്നത്. താഴത്തെ വലത്തെ കൈയിൽ വാളാണുള്ളത്. അത് നിലത്തേക്ക് ഊന്നി പിടിച്ചിരിക്കുന്നു. താഴത്തേക്ക് പിടിച്ച വാൾ വലത്തെ കൈയിന് തുലനാവസ്ഥ നൽകുന്നു. ഇടതുവശത്തുള്ള താഴത്തെ കൈയിൽ താമരപ്പൂവും ഉണ്ട്. ഇങ്ങനെ അമ്മയെ സാധകൻ ധ്യാനിക്കണമെന്ന് നിർദ്ദേശിക്കുന്നു. ശക്തി രൂപിണിയായ ശ്രീ മഹാരാജ്ഞി തൻ്റെ രാജ്യസഭയിൽ എഴുന്നള്ളിയിരിക്കുന്നത് ഇപ്പോൾ ധ്യാനിച്ച രൂപത്തിലാണ് എന്ന് സാധകൻ ഇപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ശ്രീ മഹാരാജ്ഞിയുമായി ബന്ധപ്പെട്ട് നിരവധി ധ്യാനങ്ങൾ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. അതിനാൽ
ദേവി അമൃതകലശം ഏന്തുന്നതായിട്ടും പറയുന്നു. അമൃതകലശം ധരിക്കുക വഴി ദേവി മുക്തിപ്രദായിനിയാണ് എന്ന് കാണിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ദേവി രാജ്ഞിയും ദേവി ശ്രീ മഹാരാജ്ഞിയും ക്രിയാസാധനാ തലത്തിൽ നിന്ന് നോക്കുമ്പോഴും വ്യത്യസ്തരാണ്. ദേവി രാജ്ഞിയുടെ മന്ത്രവും ന്യാസവും പൂജയും എല്ലാം തന്നെ ശ്രീ മഹാരാജ്ഞിയുടെ മന്ത്രന്യാസ പൂജകളിൽ നിന്നും വ്യത്യസ്തത പുലർത്തുന്നു. ഓം ഹ്രീം ശ്രീം രാം രാജ്ഞി ഭഗവത്യേ നമഃ എന്നുള്ളതാണ് രാജ്ഞിയുടെ മന്ത്രം. ധ്യാന ശ്ലോകത്തിൽ ദേവി രാജ്ഞി വിഷ്ണുവിന്റെ ശംഖും ശിവന്റെ ത്രിശൂലവും ധരിച്ചിരിക്കുന്നു. ശിവന്റെ പത്നിയാണ് ദേവി. പരിപാലനമാണ് ദേവിയുടെ പ്രവൃത്തി. ഇതാണ് ദേവി രാജ്ഞിയുടെ തത്വം. മേൽപ്പറഞ്ഞ മന്ത്രത്തോട് ബീജാക്ഷരങ്ങൾ ചേർത്ത് മോക്ഷവിദ്യാക്കിയാൽ ശ്രീ മഹാരാജ്ഞി മന്ത്രമാകും. രാജ്ഞി മന്ത്രത്തെക്കുറിച്ച് വിശദമായി 306-ാമത്തെ നാമമായ രാജ്ഞിയെക്കുറിച്ച് പറയുമ്പോൾ ചർച്ച ചെയ്യാം. രാജ്ഞി വിദ്യയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ സിദ്ധലക്ഷ്മിയെക്കുറിച്ചുള്ള അനേകം താന്ത്രിക ഗ്രന്ഥങ്ങളിൽ ഉണ്ട്. ശ്രീ മഹാരാജ്ഞി മന്ത്രത്തിന്റെ ബീജവിന്യാസത്തെക്കുറിച്ചുള്ള പ്രമാണം ദേവീ രഹസ്യത്തിൽ ഇപ്രകാരം കൊടുത്തിരിക്കുന്നു. ഓം ഹ്രീം നമ മൂലാധാരേ, ഓം ശ്രീം നമ സ്വാദിഷ്ഠാനേ, ഓം രാം നമ അനാഹതേ, ഓം ക്ലീം നമ മണിപൂരേ, ഓം സൗ നമ വിശുദ്ധേ, ഓം ഹ്രീം നമ ആജ്ഞായാം, ഓം സ്വാഹ നമ ബ്രഹ്മരന്ധ്രേ. രാജ്ഞി മന്ത്രത്തിൽ ബീജങ്ങൾ അനാഹതത്തിൽ അവസാനിക്കുന്നതായി കാണാം. അനാഹതത്തിലാണ് ജീവാത്മാവ്, അതായത് വ്യക്തിഗത അവബോധം വസിക്കുന്നത്. രാജ്ഞി വിദ്യയാൽ കുണ്ടലിനി ശക്തി മൂലാധാരത്തിൽ നിന്ന് ഉയർന്ന് അനാഹത ചക്രത്തിൽ എത്തുന്നു. അപ്പോൾ ആത്മജ്ഞാനം അഥവാ താൻ ആരാണ് എന്നുള്ള അറിവ് സാധകന് പ്രാപ്തമാകും. ശ്രീ മഹാരാജ്ഞി മന്ത്രത്തിൽ ഊർജം മണിപൂരത്തിൽ മന്ത്രങ്ങളുടെ പൂട്ടു തുറക്കുന്ന കേന്ദ്രം അഥവാ കീലക കേന്ദ്രത്തിൽ ആഴുന്നു. അവിടെ നിന്ന് അത് ക്രമേണ ഉയർന്ന് ബ്രഹ്മാന്ത്രത്തിൽ പരമാത്മാവിൻ്റെ സ്ഥാനമാണ് ബ്രഹ്മാന്ത്രം. ബ്രഹ്മാന്ത്രത്തിൽ ഈ ഊർജം എത്തുന്നതോടെ അഥവാ ലയിക്കുന്നതിലൂടെ മഹാമന്ത്രങ്ങൾ പ്രദാനം ചെയ്യുന്ന ജീവാത്മാ പരമാത്മാ ഐക്യത്തെക്കുറിച്ചുള്ള ജ്ഞാനം പ്രാപ്തമാകുന്നു. ശ്രീ മഹാരാജ്ഞി സാധനയിലൂടെ ആന്തരിക അവബോധം ചേതസാണെന്നും ആ ചേതസാണ് ശരീരത്തിന് ജീവൻ അല്ലെങ്കിൽ ശരീരാവബോധം നൽകുന്നത് എന്നുള്ള അറിവ് ആദ്യം ലഭിക്കുന്നു. പിന്നീട് ഈ ജീവാത്മാവ് പരമാത്മാവ് അഥവാ പ്രാപഞ്ചിക ചേതസ്സുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള അറിവും പ്രാപ്തമാകും. മഹാരാജ്ഞി സ്വയം ചേതസിയായി ഇരുന്നു കൊണ്ട് പരിപാലനം ചെയ്യുകയും വ്യക്തിയുടെയും പ്രപഞ്ചത്തിൻ്റെയും തേജസ്സായി മാറിക്കൊണ്ട് വ്യക്തിയെയും പ്രപഞ്ചത്തെയും പ്രകാശപൂരിതമാക്കുന്നു. ശ്രീ മഹാരാജ്ഞിയുടെ ക്രിയാസാധനയ്ക്ക് വേണ്ട ധ്യാനവും മന്ത്രവും മന്ത്രാർത്ഥവും ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഈ വ്യാഖ്യാനം ശ്രവിച്ച സാധകന് ഭക്തി ജ്ഞാന ക്രിയാസാധനകൾ ഒരു ശ്രീവിദ്യാ ഉപാസകനെ ഒരേ ലക്ഷ്യത്തിലേക്കാണ് എത്തിക്കുന്നത് എന്ന് മനസ്സിലായി കാണുമെന്ന് പ്രത്യാശിക്കുന്നു. അതായത് ഈ 3 മാർഗങ്ങളും തൻ്റെ പ്രജകളെ രാജ്ഞിയുമായി ബന്ധിപ്പിക്കുന്നു അഥവാ അടുപ്പിക്കുന്നു. ആ ബന്ധത്തെക്കുറിച്ച് അനുഭവവേദ്യമായി ശ്രീ മഹാരാജ്ഞി എന്നുള്ള നാമത്തിനാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു. സാവദ്യം നിരവദ്യമസ്തു യതി വാക്യം വാനയ ചിന്തയാ നൂനം വ്യാഖ്യാനമിതം പഠിഷ്യതി ജനോ യസ്യാസ്തി ഭക്തിസ്ത്വയി സഞ്ചിന്തയാപി ലഘുത്വമാത്മനി ദൃഢം സഞ്ജായമാനം ഹഠാത് ത്വൽഭക്ത്യാ മുഖരി കൃതേന രചിതം യസ്മാൻമയാപി ധ്രുവം. ഞാൻ അജ്ഞനാണെങ്കിലും ഈ വ്യാഖ്യാനം നിന്നോടുള്ള ഭക്തിയാൽ എൻ്റെ ബുദ്ധിയിൽ തോന്നിയതാണ്. ഇത് ദോഷകരമോ നിർദോഷകരമോ അറിയില്ല. എന്നിരുന്നാലും എനിക്കുറപ്പുണ്ട് നിന്റെ ഭക്തർ ഇതേക്കുറിച്ച് ചിന്തിക്കാൻ ശ്രമിക്കുന്നതാണ്. ശ്രീ മഹാരാജ്ഞി ചരണാരവിന്ദാർപ്പണമസ്തു. ഈ വീഡിയോയിൽ ലളിതാ സഹസ്രനാമത്തിലെ 2ാമത്തെ നാമമായ
ശ്രീ മഹാരാജ്ഞിയെക്കുറിച്ചുള്ള ശ്രീവിദ്യാ തന്ത്രപീഠത്തിലെ ഗുരു യുഗാനന്ദനാഥ ശ്രീ ജിതേഷ് ജിയുടെ സാധനാനുസൃതമായ വ്യാഖ്യാനമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. ഓം ശ്രീ മഹാരാജ്ഞി ഭഗവത്യേ നമഃ.